അപ്പൊ ഞാനിതൊന്ന് റെസിപ്പി ടേസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ചത് പേടിയുണ്ട് പേടി. വെൽക്കം ബാക്ക്. അപ്പോ ഞങ്ങൾ കുറച്ചധികം ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ലോക്ക്ഡൌൺ സീരീസ് ഒക്കെ ചെയ്യുന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലാകെ ഒരു 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. 3 വീഡിയോസ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആകെ മടിയായിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആദ്യം വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണത്തപ്പം കുറച്ച് ചോദിക്കുകയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ചോദ്യമൊക്കെ നിന്നു. പിന്നെ അധികം ചോദിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾ ആക്ച്വലി നിർത്തിയോ ഇനി ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ ഞാൻ എന്തായാലും വീഡിയോ ഇതിൽ നിർത്തിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതൊരു അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം നല്ല ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ പരാതിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പം വീഡിയോ എന്താവും കണ്ടുവെക്കാം. അപ്പൊ ഞങ്ങളുടെ കിച്ചൺ കുറച്ച് പേര് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഞങ്ങൾ ഇന്ന് കിച്ചണിൽ നിൽക്കുന്നതിന് മനസ്സിലാവും. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗായിട്ട് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കുക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർനെറ്റിൽ ഇങ്ങനെ ട്രെൻഡിങ് ആവുന്ന ഓരോ സാധനങ്ങൾ കാണാറുണ്ടല്ലോ. നമ്മള് ഡാൽഗോഡ കോഫിയൊക്കെ പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു ഓറിയോ കേക്ക്. അപ്പൊ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടാക്കി, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കാറ്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നോർമൽ നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓറിയോ ആണ്. ഞങ്ങളൊരു അത്യാവശ്യം വലിയ പാക്കറ്റ്. ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷെ നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതിന് മാത്രം പൊട്ടിക്കാതെ വെച്ചേക്കായിരുന്നു. അപ്പൊ ഇതിൽ ആക്ച്വലി 35 പാക്കറ്റ് അല്ലേ? 35ന്റെ നമ്മൾ ലൂസായിട്ട് മേടിക്കുന്ന പാക്കറ്റിന്റെ 3 പാക്കറ്റാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമുലിന്റെ ബട്ടർ വാങ്ങിയിട്ടുണ്ട്. ബട്ടർ വേണം. പിന്നെ ഹെർഷി സ്പ്രെഡ് ചോക്ലേറ്റ് സിറപ്പാണ്. ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് അതൊരു 3 പാക്കറ്റ്. അപ്പൊ ഇത്രയും പിന്നെ പാലും ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മള് 2 ദിവസമായിട്ട് പൊട്ടിക്കാതെ കണ്ടുകൊണ്ടിരിച്ചിട്ട് നമ്മുടെ ഓറിയോ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് 2 പാക്കറ്റ് മതി. ഒരു പാക്കറ്റ് നമ്മൾ പാക്കറ്റ് എടുക്കാം. അപ്പൊ നമ്മള് ഓരോരോ പാക്കറ്റ് ആയിട്ട് പൊട്ടിച്ച് ഇതിൽ കുക്കിയും ക്രീമും രണ്ടാക്കാം. ഓക്കെ, കമോൺ എന്നിട്ട് കുടുങ്ങി സൈഡ് കട്ട് ചെയ്യും. വേറൊരു ബൗളും കൂടി എടുക്കണേ. 3 വേണ്ടി വരും. എടുക്കൽ പിന്നെ കഴിക്കാം. രണ്ട് പാക്കറ്റ് അല്ലേ? ഇത് കുറച്ചേ ഉള്ളൂ തോന്നുന്നുണ്ട്. എത്ര ഉണ്ടെന്ന് പറയണേ. കൗണ്ട് ചെയ്യുന്നുണ്ട്. ഒരു പാക്കറ്റില് എത്ര പീസസ് ഉണ്ടെന്ന് പറയാം. ഇത് 2, 4, 6, 10. ഓക്കെ, അപ്പം കുക്കിംഗ് ക്രീമും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു പ്രതിഭാസമാണ് നിങ്ങൾ കാണാൻ പോണത്. എന്താ ചെയ്യാക്ക് ഇതിങ്ങനെ കിട്ടാൻ മതിയല്ലേ? ഇതിനകത്ത് തന്നെ കിട്ടേ. കുക്കീസ് അല്ലേ ഇതിങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ. നമ്മള് അങ്ങനെ ശരിക്കും എളുപ്പം നക്കി എടുക്കുന്നതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ടായിരിക്കും. അപ്പൊ എന്താണ്, ലോക്ക്ഡൌൺ ഒക്കെയാണ്. അപ്പൊ എല്ലാരും വീട്ടിൽ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ പോലെ എല്ലാരും ഫുൾ ടൈം ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു പണിയില്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ എന്ത് പണി ചെയ്യാന്നൊക്കെ നടക്കണം. എന്താണ് വീട്ടിലത്തേക്ക് അവസ്ഥ?
അപ്പൊ ഞങ്ങൾ കുക്കിയും ക്രീമും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മളിത് ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. കുക്കി അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ക്രീം ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. കുറച്ചുള്ളൂ. പിന്നെ ആക്ച്വലി നമ്മൾ 2 പാക്കറ്റ് നമ്മൾ ഒരു 20 ബിസ്ക്കറ്റ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ കുക്കീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ചെയ്യുന്നത്, നമ്മൾ ഈ കുക്കീസ് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുക്കീസ് പിന്നെ ക്രീം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കറണ്ട് പോയി. നമ്മൾ ആക്ച്വലി കറണ്ട് പോയ ടൈമിൽ കറണ്ട് പോയെന്ന് പറയാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ ഈ കറണ്ട് വന്ന ഭാഗ്യത്തിന്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത കറണ്ട് പോകുന്നതിന് മുന്നേ വേഗം എല്ലാം സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ കുക്കീസ് ഒക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് പാലൊഴിച്ചിട്ടല്ലേ, പാലൊഴിച്ച് മിക്സ് ചെയ്യാം. ഫുൾ അങ്ങോട്ട് തട്ട്. ഓക്കെ, കൈ എടുത്താൽ നല്ലതായിട്ട് പൊടിഞ്ഞു നോക്കട്ടെ. ഓക്കെ, നമ്മളിതിൽ ആക്ച്വലി ഷുഗറും പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നില്ലേ? ബേക്കിംഗ് പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഈ ബിസ്ക്കറ്റ് അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പാലും, അല്ലാണ്ട് ഷുഗറോ ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ബട്ടർ ജസ്റ്റ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം, പാൻ ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ബട്ടറിന്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇതിൽ നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓറിയോയിലോട്ട് ഞങ്ങൾ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു, പക്ഷെ ആ ഷോട്ട് പോയി. അപ്പൊ നിങ്ങൾ ബേക്കിംഗ് പൗഡർ കുറച്ചൊന്ന് ആഡ് ചെയ്യണം. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് പാലാണ്. ഇത് ആക്ച്വലി നമ്മൾ തിളപ്പിച്ച പാലാണ്. ഇത് ഫുൾ തണുത്തിട്ടില്ല. നമുക്കൊന്ന് ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിടുക. നമ്മൾ അല്ലാണ്ട് കേക്ക് മിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സോഫ്റ്റ് ഒരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് വേണം. പിന്നെ ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നു, വാനില എസൻസ് പോലും. കൊക്കോ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അത് കൊക്കോ പൗഡർ വേണോ? വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഇല്ല. എന്താണ് ഇത്? ചെളിയാ? ചെളി കൊയ്ക്കുന്ന പോലെ ഉണ്ട്. കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്യാം. ഇത് വെള്ളം ചേർക്കാത്ത നല്ല ശുദ്ധ മിൽക്കാണ്. നല്ല ഇതായിട്ട് വരണോ? ലൂസ് കൺസിസ്റ്റൻസി, സ്മൂത്ത് ആയിട്ട് വരണം. ഇപ്പൊ മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഷെഫ് ഷിബിയോട് ചോദിക്കാം എന്തായി സാധനങ്ങൾ. മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ശരിക്കും നമ്മുടെ മിൽമയുടെ ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ, എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല, 500 ml ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു ഹാഫ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിക്സിയിലോട്ട്. എന്തായാലും മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആവണം. ഈ ആക്ച്വലി ഈ അടുക്കളയിലുണ്ടല്ലോ ഭയങ്കര ചൂടാണ്, ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിയർത്ത്. പിന്നെ ഡോർ തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോള് അടുത്താണ്. അപ്പൊ ടിവിയുടെ സൗണ്ട് കേൾക്കും. അപ്പൊ ഞങ്ങൾ ഫുൾ ക്ലോസ്ഡ് ആയിട്ട് കാണിച്ചില്ല. ഇതാണ് ഈ ഒരു ഡോറ്, പിന്നെ ഈ ഒരു ഡോറ്, അങ്ങനെ മൊത്തം അടച്ചിട്ട് ജനല് ഒക്കെ അടച്ചിട്ടിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ചൂട്. അങ്ങനെ അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സോസ് പാനിൽ വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഓവനൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബട്ടർ പേപ്പർ ഈ സോസ് പാനിന്റെ അളവില്, ഫുള്ളല്ല, കുറച്ച് സോസ് പാനിന്റെ അളവില് കട്ട് ചെയ്യണം. എന്തിനാ ബട്ടർ? എന്തിനാ ഇപ്പം ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ആക്ച്വലി ബാറ്റർ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് തിന്നായിട്ടായിരിക്കും നമുക്ക് ബേസ് കിട്ടുന്നത്. ഭയങ്കര തിന്നായിരിക്കും അല്ലേ? നല്ലതായിട്ട് ഫുൾ ഒഴി. നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം. അപ്പൊ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാം. പിന്നെ ഗ്ലാസ്സിലിട്ടായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഇത് നമുക്ക് 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കേക്കിന്റെ ഇടയ്ക്ക് തേക്കാനുള്ള ക്രീം ഒന്ന് റെഡിയാക്കാം. അപ്പം അതിന്റെ അകത്ത് നിന്ന് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ ക്രീമുണ്ട്. അപ്പൊ അതിന് നമ്മളൊരു പാക്കറ്റ്, ഒരു ചെറിയ പാക്കറ്റ് ഹെർഷി സ്പ്രെഡ് കൂടെ ഒഴിക്കുകയാണ്. ഇത് ഫുള്ള് വേണം, ഒഴിക്കട്ടെ. ഒഴിക്കി. Wow, it's so good. അടിപൊളിയാണല്ലോ. ഞാൻ ഇളക്കട്ടെ? വേണമെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റും കൂടെ കുറച്ച് ആഡ് ചെയ്യാം, പക്ഷെ ഞങ്ങൾ കഴിക്കാൻ പറ്റും. സൂപ്പർ കേട്ടാ. മതി 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 മതി, ബാക്കി നമുക്ക് അതിന്റെ വണ്ടി തേക്കാം. കഴിഞ്ഞു, ബാക്കി ഞാൻ എടുത്തോളാം.
വാവ്, ശരി ടി വിയിലേക്ക് കാണുന്ന പോലെ, പക്ഷെ വീഡിയോയിലേക്ക് കാണുന്ന പോലെ. നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കാം. ഇത് മിക്സിയിലിട്ടോ കൈ കൊണ്ട് ചെയ്തോളൂ. ആവശ്യമില്ലല്ലോ. എന്താണ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ഓറിയോ ഒന്ന് ചന്ദ്രനിൽ പോയിട്ട് വന്ന പോലെ ഉണ്ട്. അതാ ബട്ടർ പേപ്പറായിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഓറിയോ കേക്ക് നല്ല അസലായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള കേക്കാണ്. കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, ഫ്ലോപ്പ്. പക്ഷെ ഞങ്ങൾ ആക്ച്വലി നമ്മള് ബട്ടർ കേക്ക് ഒക്കെ ഉണ്ടാക്കാറുള്ളതാണ്. നമ്മള് ബിസ്ക്കറ്റ് ആണ് നമ്മൾ ബേസ് എടുത്തോണ്ടായിരിക്കും. പിന്നെ കാണാൻ മറ്റേ ബ്രൗണി പോലെയൊക്കെ ഒരു ബ്രൗണിയിലൊക്കെ ഒരു കട്ടുണ്ട്, അതിന്റെ ഒരു ലുക്ക് ആയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നല്ല രീതിയിൽ കാണാം. മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കേക്ക് മൊത്തം ബിസ്ക്കറ്റ് മൊത്തം ബട്ടർ പേപ്പറിലാണ് ഇരിക്കുന്നത്. ഇത് നക്കി തിന്നേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്തായാലും കുറഞ്ഞ ആവശ്യത്തിന് വീഡിയോ എടുത്ത് തന്നെ ഇങ്ങനെയായി. അപ്പൊ എന്തായാലും പക്ഷെ ഈ ഇടയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഫ്ലോപ്പ് ആണ്. വീഡിയോ നമ്മൾ കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഡാൽഗോണ കോഫി ഉണ്ടാക്കി, അത് നല്ല രീതിയിൽ ഫ്ലോപ്പായി. ഇപ്പൊ ഓറിയോ കേക്ക് ഉണ്ടാക്കി, അത് നല്ല രീതിയിൽ ഫ്ലോപ്പായി. പിന്നെ ആകെപ്പാടുന്ന ബാക്കിയെന്ന് പറയുന്നത് ക്രീം മാത്രമാണ്. എന്തായാലും ഒരു 2 പാക്കറ്റ് ഓറിയോ, 2 പാക്കറ്റ് ഭാഗ്യത്തിൽ 3 പാക്കറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് 2 പാക്കറ്റ് ഒത്തിരി നന്നായി. ഇനി കുറെ പാല്, പിന്നെ ഈ ക്രീം മാത്രം മാറ്റി എന്ത് ചെയ്യണം എന്നല്ല. ഇതിങ്ങനെ നമുക്ക് ചുമ്മാ കഴിക്കാൻ പറ്റും. കാണാം ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ഷുഗർ. എന്തായാലും നമ്മുടെ അപ്പൊ എന്തായാലും ഇനി ആർക്കെങ്കിലും ഈ നമ്മൾ ഈ കണ്ടിട്ട് ഈ കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് ഓറിയോ കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേണ്ട, ബിസ്ക്കറ്റ് ആയിട്ട് കഴിക്കുന്ന എനിക്ക് നല്ലത്. അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നമ്മള് ഇതൊന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രീം ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബ്രൗണി ഒക്കെ ഇല്ലേ, ബ്രൗണിയുടെ ആ ഒരു കാണാനൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേർക്കണോ? ഓക്കെ, കാണാൻ വലിയ മോശമില്ല, അദ്ദേഹം ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡിഷ് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഇവിടെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു കഴിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. പറ, ഒരാവശ്യമില്ല, എനിക്ക് വേണ്ട, വേണ്ട. അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് വല്ല അയൽപ്പക്കത്തിൽ ശത്രുക്കളുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ആരെയും ശത്രുത ഉണ്ടെങ്കിൽ കുറച്ച് അപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊടുത്താൽ മതി, വലിയ സ്വഭാവം. അപ്പൊ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, നമുക്ക് ഈ ഓരോ ഓക്കെ. അപ്പൊ നമ്മുടെ ടിജു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നില്ലേ, വെയിറ്റിംഗ് ഫോർ യുവർ വീഡിയോസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ കേക്ക് ഞങ്ങള് ടിജു ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഇനി എന്തായാലും പുള്ളി ഞങ്ങളോട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല, എന്താ നിങ്ങൾ വീഡിയോസ് ചെയ്യാത്തത്, അമ്മാതിരി അവസ്ഥ. പിന്നെ ഞങ്ങളുടെ വേറെ 2 ട്വിൻസ് ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങളുടെ ട്വിൻസ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് വിനയ, വിസ്മയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ഫ്രണ്ട്സ്. അപ്പൊ അവർ ഞങ്ങളോട് എപ്പോഴും ചോദിക്കും നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലേ, ഞങ്ങളുടെ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ കാണും, കമന്റ് ചെയ്യും, അങ്ങനെ സജഷൻസ് ഒക്കെ പറയും. അങ്ങനത്തെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അവർക്കും കൂടെ വേണ്ടിട്ട്, അപ്പൊ വിനയക്കും വിസ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഓറിയോ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് 2 ആയിട്ട് കട്ട് ചെയ്തിട്ട്, അല്ല അവര് ട്വിൻസ് അല്ലേ, അവർ ഷെയർ ചെയ്ത് വെച്ചോ. അവർ ഷെയർ ചെയ്തിട്ട് വലിയ പീസ് നിങ്ങൾക്കാണ്, വലിയ പീസ് നിങ്ങൾക്കാണ്. അവർക്ക് ഓക്കെ. അപ്പൊ നിങ്ങൾ ട്വിൻസ് വ്ലോഗ്സ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള കിടിലും വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. So till the next time we meet, this is Twins signing off from Twins Vlogs. Ta-ta, bye-bye. ഇത് നമ്മൾ നാടൻ രീതിയിൽ ഒരു ഇലയപ്പത്തിന്റെ മോഡൽ ഉണ്ടാക്കിയെടുത്ത ഓരോ കേക്കാണ്. ഇല ഓറിയോ. നമ്മുടെ ഈ ഓറിയോ കേക്ക് നമ്മൾ ഭയങ്കര ടേസ്റ്റുള്ള ഓറിയോ കേക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയും. ഞാൻ
അപ്പൊ ഈ ഓരോ കേക്കിന് കഴിക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ. അപ്പൊ ഇത് ഒരു സാധാരണ ഓരോ കേക്ക് അല്ല, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഓരോ കേക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, ഒരു പീസ് ഓരോ നമ്മൾ ഇങ്ങനെ ഫോർക്കിൽ കുത്തിയെടുക്കാം. അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എക്സ്ട്രാ സ്വീറ്റ് ആയിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ നമ്മള് വലിയ കാര്യത്തില് നല്ല ഷേപ്പാണല്ലോ. ഇതാണ് റൗണ്ട്. അയ്യേ കണ്ടല്ലേ അയ്യേ ഇത് പോയേ. ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ വന്ന ഭയങ്കര ചൂടാണ്, ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ തോർത്തൊക്കെ വെച്ച് തുടച്ച് നിൽക്കാണ്. അപ്പൊ നമുക്ക് വേഗം കഴിഞ്ഞിട്ട് വേഗം പോവാം. അപ്പൊ നമ്മൾ ഓരോ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഓരോ കേക്ക് ഉണ്ടാക്കി ഇത്രയും ഫ്ലോപ്പ് ആയ ആൾക്കാർ ലോകത്ത് കാണുന്നില്ല. അമ്മാതിരി ദുരന്തമായിട്ട്. ഇതിപ്പോ ഫുൾ ബട്ടർ പേപ്പർ നക്കുന്നതിന്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചത്. ഫുൾ കേക്കും ബട്ടർ പേപ്പറിലാണ്. ബട്ടർ പേപ്പർ നക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഏകദേശം അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ശിവ മിക്സ് ചെയ്യുന്നേം നോക്കി നോക്കി ഇരിക്കുകയാണ്. നല്ല ഭംഗി. അല്ലെങ്കിൽ വലിയ പണിയെടുക്കൽ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വെറുതെ നോക്കി നോക്കി ഇരിക്കാനാണ് അല്ലെങ്കിൽ താല്പര്യം. എനിക്കിട്ട്